സംസ്ഥാനത്ത് ദുരിതപ്പെയ്ത്ത് രൂക്ഷമായി തുടരുകയാണ് എന്നുള്ളതാണ് തോരാമഴയിൽ തീരാ ദുരിതം. ഒപ്പം തന്നെ വ്യാപകമായ നാശം സംസ്ഥാനത്തിന്റെ പല കോണുകളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലാണ് സ്ഥിതി സങ്കീർണം. അവിടെ ഉരുൾപൊട്ടൽ അടക്കമുണ്ടായിട്ടുണ്ട്, പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. നേരത്തെ സുബിൻ തോമസ് റിപ്പോർട്ട് ചെയ്തതുപോലെ മലയോര മേഖലയിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇനി സംസ്ഥാനത്തെ കണക്കുകൾ പരിശോധിച്ചാൽ 5 മരണങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു കുട്ടിയുണ്ട്, 4 വയസ്സുകാരനാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. ഒപ്പം തന്നെ ഇനി മറ്റ് മരണങ്ങളുടെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ 2 മരണങ്ങൾ കോട്ടയത്തും 2 മരണങ്ങൾ ഇടുക്കിയിലുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി 4 പേരെ കാണാനില്ല എന്ന പരാതി കൂടി ഉയർന്നിട്ടുണ്ട്. നമുക്ക് സാനുവിലേക്ക് പോകാം. തൃശ്ശൂരിൽ എന്താണ് സ്ഥിതി എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. കനത്ത മഴയെ തുടർന്ന് ഗുരുവായൂരിൽ ശക്തമായ വെള്ളക്കെട്ട്, മിക്ക റോഡുകളിലും വെള്ളം കയറി. തൃശ്ശൂർ മനോരമ ജംഗ്ഷനിലും വെള്ളം കയറി. വിവരങ്ങൾ സാനു നൽകും. സാനു, മറ്റു ജില്ലകളിലെ സാഹചര്യങ്ങൾ അത് സങ്കീർണമാണ്. ഒപ്പം തന്നെ ഈ മധ്യ കേരളത്തിലെ സാഹചര്യങ്ങളാണ് വളരെ ആശങ്കാജനകം. തൃശ്ശൂരിൽ എന്താണ് സാഹചര്യം? ഒപ്പം തന്നെ ഗുരുവായൂരിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ടല്ലോ. രാഖി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇക്കണ്ടവാരി റോഡിലാണ്. തൃശ്ശൂരിന്റെ നഗരമധ്യത്തിലുള്ള ഒരു റോഡാണ്, പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡ് ഇപ്പോൾ മുട്ടറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. എല്ലാ മഴക്കാലത്തും സമാന നിലയിൽ തന്നെ ഇവിടെ ഈ വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ട്. അശാസ്ത്രീയമായിട്ടുള്ള റോഡിന്റെ നിർമ്മാണം, അതേപോലെ തന്നെ ഓടകൾ കൃത്യസമയത്ത് ക്ലിയർ ചെയ്യാത്തത്, അല്ലെ ആ അഴുക്കുചാലിലെ അഴുക്കുകൾ എടുത്ത് മാറ്റാത്തതാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ വെള്ളക്കെട്ടുണ്ടാവാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേപോലെ തന്നെ രാഖി സൂചിപ്പിച്ച പോലെ തന്നെ ഗുരുവായൂർ, അതേപോലെ തന്നെ ചാവക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിലും രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ്. ഈ ചന്ദ്രപ്പിന്നി റോഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ, അതേപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഭാഗങ്ങളിലെ പല റോഡുകളിലും ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. അവിടെയൊക്കെ വെള്ളക്കെട്ടുണ്ടാവാൻ കാരണം ഈ പെയ്ത് ഒഴിയുന്ന വെള്ളം, അല്ലെ ഈ മഴവെള്ളം കൃത്യമായിട്ട് ഓടകളിലേക്ക് ഒലിച്ചു പോകാനായിട്ടുള്ള സാധ്യത അടയപ്പെട്ടതോടുകൂടിയാണ് ആ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കടലോര മേഖലയായിട്ടുള്ള ചാവക്കാട് അടക്കം ഈ വെള്ളക്കെട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഈ റോട്ടിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ മഴവെള്ളം റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായിട്ട് തങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇക്കണ്ടവാരി റോഡിലാണ് ഈ ഒരു കാഴ്ചയുള്ളത്. തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തുന്ന, നഗരത്തിൽ നിന്ന് പുറത്തേക്ക്, അതായത് ദേശീയപാതയിലേക്ക് പോകുന്ന ഭാഗത്തെ റോഡാണ്, പ്രധാനപ്പെട്ട റോഡാണ്. ആശുപത്രിയിലേക്ക് അടക്കം പോകുന്ന റോഡാണ്. ആ റോഡിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുള്ളത്. അതേപോലെ തന്നെ വടക്കേ സ്റ്റാൻഡിന്റെ സമീപം വലിയ രീതിയിൽ ഓട തകർന്നിട്ട് ആ ഓടയിൽ നിന്നുള്ള മലിനജലം ഈ പെയ്ത്ത് വെള്ളത്തിനൊപ്പം ഒലിച്ച് ഈ മറ്റു റോഡിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമാന നിലയിൽ തന്നെ അവിടെ ഓട തകർന്നു കിടക്കുകയാണ്. ഇത്തരത്തിൽ ഈ മഴയിൽ, കാലവർഷക്കെടുതിയിൽ തൃശ്ശൂർ ജില്ലയിൽ ഈ മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ വലിയ ദുരിതമാണുള്ളത്. അന്തിക്കാട് വെള്ളക്കെട്ടുണ്ട്, അതേപോലെ തന്നെ ചാവക്കാടുണ്ട്, ഗുരുവായൂരുണ്ട്, തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുണ്ട്. ഒപ്പം തന്നെ ഈ മണ്ണിടിച്ചിൽ ആശങ്കയുള്ള ചില പ്രദേശങ്ങൾ കൂടി ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേലക്കരയിലെ പല പ്രദേശങ്ങളിലും മണ്ണിടിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. മലയോര മേഖലയാണ്, അവിടെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു എന്നുള്ളൊരു വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട്. രാഖി, ശരി സാനു, എന്തായാലും സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാകുമ്പോൾ ഗുരുവായൂരിൽ വെള്ളക്കെട്ടാണ് എന്നുള്ളതാണ് സാനു റിപ്പോർട്ട് ചെയ്തത്. ഇനി നമ്മൾ ഡാമുകളിലെ ജലനിരപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായ മഴ ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ തുറന്നു. അരുവിക്കര, പേപ്പാറ, നെയ്യാർ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഷട്ടറുകൾ തുറന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഡാമുകളുടെ സമീപ പ്രദേശങ്ങളിലും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന ഒരു അറിയിപ്പ് ജില്ലാ കളക്ടർ അനുകുമാരി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സാഹചര്യം ഇതാണ്. എന്തായാലും മഴയ്ക്ക് തെല്ലൊരു ശമനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ ആശ്വാസകരം. നമുക്ക് ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.